നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ അവരുടെ ഫീലിങ്സ് നിങ്ങളോടാണോ അതോ തേർഡ് പാർട്ടിയോടാണോ എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ ആദ്യം നിങ്ങളോട് അവർക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പൊ നമുക്ക് ആദ്യം പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് വാൻഡ്സ്, 4 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ ഈ ഒരു റീഡിംഗില് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതുപോലെ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ്, നിങ്ങളുടെ വ്യക്തിക്ക് അവർക്ക് നിങ്ങളോട് വളരെയധികം ഫീലിങ്സ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അതായത് അവര് നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു മിസ്സിംഗ് എനർജിയിലാണ് അവരുള്ളത്. അതുപോലെ ആ ഒരു മിസ്സിംഗ് എനർജിയിൽ ഒരു പേഴ്സൺ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരാള് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ ആ വ്യക്തി അവരുടെ മുൻപിൽ എത്രയൊക്കെ സ്നേഹത്തോടെ അവരുടെ ചുറ്റും ആളുകൾ ഉണ്ടെങ്കിലും അതൊന്നും കാണാതെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മിസ്സിംഗ് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതുപോലെ അവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ, റിലേഷൻഷിപ്പിൽ ഒരു ഓഫർ തരിക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താ പറയാ, ഒരു കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റും സ്നേഹവും, അതുപോലെ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് ഇപ്പോ അവര് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവര് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോ അവരെന്ത് വിചാരിക്കുന്നു? ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് അവരിപ്പോ ഇരിക്കുന്ന ആ സിറ്റുവേഷൻ, അതായത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അതൊന്ന് മാറിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളാണ് എന്താ പറയാ, സ്ട്രോങ് ആയിട്ട് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോടാണ് സംസാരിക്കാൻ ആഗ്രഹം. അതുപോലെ അവരുടെ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളിൽ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഈ ഒരു ആഗ്രഹങ്ങളാണ് അവർക്ക് ഇപ്പോഴുള്ളത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഫീലിങ്സ് വളരെയധികം ഉള്ളതായിട്ടാണ് ഈ ഒരു റീഡിംഗിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് പാർട്ടിയോട് അവർക്ക് ഉള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഫാമിലി മാൻ ആണെങ്കിൽ, അതായത് അവര് ഇവിടെ എംപറർ എന്ന് പറയുമ്പോൾ അവരൊരു ഫാമിലി മാൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് ഫാമിലി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോൾ വളരെ ആ ഫാമിലിയിൽ അവര് അങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു എംപറർ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ. അതായത് അവരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഇമോഷൻസ് ഒന്നും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവര് ഇമോഷണലി അവിടെ ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ദ ഹാങ്ഡ് മാൻ കാണിക്കുന്നത് അവിടെ ഒരു സ്റ്റെക്ക് ഫീലിംഗിലാണ്. അവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റെക്കായി, എന്താ പറയാ, ആ ഒരു റിലേഷനിൽ അവർക്ക് യാതൊരു ഗ്രോത്തും ഇല്ലാത്തൊരവസ്ഥ. അതായത് അവരുടെ ആ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോവാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. അതായത് ചിലപ്പോ ഇവര് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് അവർക്ക് നിവൃത്തിയില്ല അവിടുന്ന് പുറത്തോട്ട് വരാൻ.
അങ്ങനെ ഒരു അവസ്ഥ ഒരു പേഴ്സണ് വരിക എന്ന് പറയുമ്പോൾ അവര് മാരീഡ് ആയിരിക്കും. ഒരു മാരീഡ് സിറ്റുവേഷനിലാവുമ്പോഴാണ് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തോട്ട് വരാൻ പറ്റാത്തൊരു ഫീലിംഗ് ഉണ്ടാവുന്നത്. അതുപോലെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവര് വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ട്. എഫേർട്ട് ഇടുന്ന പറഞ്ഞാല് അവര് ഫിനാൻഷ്യലി ഉള്ള എഫേർട്ട് ഇടുന്നുണ്ട്. ഫിനാൻഷ്യലി ആ ഒരു അവര് ഫാമിലിയോ എന്തെങ്കിലും ആണെങ്കിൽ അതൊന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവര് എഫേർട്ട് ഇടുന്നുണ്ട്. ഈ എംപറർ ഒരു എന്താ പറയാ എനർജി എന്ന് പറയുന്നത് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവര് ഇമോഷണലി യാതൊരു അഫെക്ഷനോ അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ അവർക്ക്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണ് അവിടെ ഒരു ഇമോഷൻസും അവരിൽ നിന്ന് കിട്ടുന്നില്ല. തേർഡ് പാർട്ടിയിൽ നിന്നും ഇമോഷൻസ് അവർക്കും കിട്ടുന്നില്ല, ഇവരങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, അങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോ അതുപോലെ ഇവര് ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെക്കാണ്. അവിടെ നിന്നും പുറത്തോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഇപ്പോഴുണ്ട്. അതുപോലെ അവര് ഫിനാൻഷ്യലി എഫേർട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു റിസൾട്ട് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അവര് വളരെയധികം എഫേർട്ട് ഇട്ട് ഈ ഒരു എംപറർ എന്ന് പറയുമ്പോൾ അവര് ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നൊരു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയിൽ നിന്നൊരു എന്താ പറയാ ഇമോഷണൽ സപ്പോർട്ടോ ഒന്നും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവര് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇമോഷണലി വീക്കാണ്. അതായത് അവര് ഇത്രയും ഫിനാൻഷ്യലി എഫേർട്ട് ഇട്ടിട്ടും അവരിൽ നിന്നൊരു ഫീഡ്ബാക്ക്, നല്ലൊരു ഫീഡ്ബാക്ക് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്കൊരു നന്ദി വാക്ക് പോലും ഇത്രയും കാലമായിട്ട് അവിടെ നിന്ന് കിട്ടുന്നില്ല. അവര് ഉത്തരവാദിത്തങ്ങള് ഒരു യാന്ത്രികമായിട്ട് അവിടെയുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കുന്നു. അവരുടെ എന്താ പറയാ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ അവര് ഇമോഷണലി ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. അതുപോലെ അവര് വളരെ ഒരു നിരാശയിലാണ്. അതായത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണല്ലോ എന്നുള്ള ഒരു നിരാശ അവർക്ക് വളരെയധികം ഉണ്ട്. പക്ഷെ അവര് കടമകളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ഹാപ്പിനെസ്സും അവർക്ക് അവിടെ നിന്നും കിട്ടുന്നില്ല. ഒരു സന്തോഷവും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളത്. അപ്പൊ ഈ ഒരു റീഡിംഗ് ഞാൻ എടുത്തിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്നവർക്ക് ഉള്ള മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വളരെയധികം കമ്മിറ്റഡ് ആണ്. അവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവര് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവരവിടെ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു ആളായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അവർക്ക് അവിടെ നിന്നും യാതൊരു ഇമോഷണൽ ഫീലിങ്സും ഇല്ല. ഒരു എന്താ പറയാ അവിടെ അവര് ചെയ്യുന്ന ഒരു കാര്യത്തിനും ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെക്കായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതായത് അവർക്ക് അവിടെ നിന്നും പുറത്തോട്ട് വരാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുമായിട്ട് അവര് വളരെയധികം ഹാപ്പിയാണ്. നിങ്ങളെ അവര് മിസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവര് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്